ആലപ്പുഴ പുന്നപ്ര തൂക്കുകുളത്ത് ഇന്നലെ രാത്രിയും കുറുവാ സംഘം എത്തിയതായി വാർത്ത വന്നിരുന്നു. നമ്മൾ നേരത്തെ അത് കൊടുത്തിരുന്നു. മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിച്ച ഒരു യുവാവിനെ മർദ്ദിച്ചു. ശരീരം മുഴുവൻ ഓയിൽ തേച്ച് ബർമുട ധരിച്ചാണ് ഈ മോഷ്ടാവ് എത്തിയതെന്ന് ദൃക്സാക്ഷി ബിബിൻ ജോസ് പറഞ്ഞു. ബിബിൻ ജോസിൻ്റെ വാക്കുകൾ. 11:30 കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്താണ് ഉണ്ടായിരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് മേടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒരാൾ ജസ്റ്റ് അങ്ങോട്ട് മാറുന്നുണ്ട്. ഒരു ഷർട്ട് ഇടാത്ത ഒരാൾ. ഷർട്ട് ഇട്ടിട്ടില്ല, എന്നാൽ മുഖം എന്തോ കവർ ചെയ്ത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് ഞാൻ നേരെ ആ ഭാഗത്തേക്ക് നടന്നു ചെന്നപ്പോൾ അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം അങ്ങോട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും, ഒരാൾ ഓടിയ പോലെ. ഞാൻ എത്ര വിളിച്ചിട്ട് അയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്ക് മനസ്സിലായി ഷർട്ടില്ല, മുഖം മാസ്ക് ഇട്ട് കവർ. അപ്പോൾ ഇവിടെ ഈ മോഷണത്തിന് പ്രശ്നം ഉള്ളതുകൊണ്ട് ഇതിനെ കരുത്തി വിളിച്ചിട്ട് കളരികളിൽ ഞങ്ങൾ ചെയ്യുന്ന രീതിയിൽ കാല് ചവിട്ടി ഇരുത്തുക ചെയ്തത്. ഞാൻ ഇരുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ വഴുതി പോകണം. ഇപ്പോൾ എന്തോ എടുക്കാൻ പോകണ പോലെ എനിക്ക് തോന്നി. പോക്കറ്റിൽ നിന്ന് എന്തോ ഒരു കൈ കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ഇതുകൊണ്ടാണ് ഈ ദള യൂസ് ചെയ്ത് ഇടിച്ചത്. ഞാൻ ഇടിച്ചപ്പോഴാണ് അയാളുടെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ട് നല്ലപോലെ. ഞാൻ അപ്പോഴാണ് അയാൾ തിരിഞ്ഞപ്പോൾ ഫേസ് ഞാൻ കണ്ട്. മാസ്ക് ഊരിപ്പോയി, മൂക്ക് മുറിഞ്ഞിട്ടുള്ളൂ നല്ലപോലെ. എൻ്റെ പുറകെ ഞാൻ പിടിച്ച് നിർത്താൻ നോക്കിയെങ്കിലും കല്ലെന്തോ എടുത്ത് ബാക്കിലേക്ക് അടിച്ച് എൻ്റെ ചുണ്ടിലൊന്ന് ചെറുതായിട്ട് കൊണ്ടുവരുന്നു. അപ്പോഴാണ് ഞാൻ കൈ വിട്ടത്. പിന്നെ നേരെ എന്നത് ആ തെങ്ങിൻ്റെ സൈഡിൽ നിന്ന് ആൾ അകത്തേക്ക് ചാടുക ചെയ്തു. പിന്നെ പുന്നപ്ര പോലീസ് സ്റ്റേഷൻ ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞത്. അതിൻ്റെ പുറകെ ഞാൻ വിളിച്ചൊരു 10-15 മിനിറ്റുള്ള അവരെത്തി. അതിനുശേഷം DYSP എല്ലാം വന്നിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ചോദിച്ചിരുന്നു. അതിനുശേഷം അവർ ഇതിനകത്ത് ഡോസ് കോഡ് വന്നു സ്മെല്ലും ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ആ വീടിനകത്തേക്കാണ് പോയിരുന്നത്. ചെന്ന് നോക്കി. പിന്നെ അവർക്ക് അവിടെ ആരും ഇതുവരെ കാണാൻ പറ്റില്ല. ആരോ ഉള്ളത് നേരെ ആരും കണ്ടിരുന്നില്ല. കാരണം ഈ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ച് ഓയിലായിരുന്നു. പിടിച്ചാൽ നമുക്ക് നിൽക്കുന്നില്ല. കയ്യിൽ നിന്ന് വഴുതി ഇപ്പോൾ കൊണ്ടുവരും. മുഖം മറിച്ചിട്ടുണ്ട്. ഒരു പാൻറ്റ് പോലെ, ഇത് ഇത്രയുള്ളൊരു പാൻറ്റ് പോലെ ഇട്ടുണ്ട്. ആളെ മുഖം ഞാൻ നേരിട്ട് ആ മൂക്കിൽ ഞാൻ ഇടിച്ച ഇടിയിലായിരുന്നു മൂക്ക് മുറിഞ്ഞിരുന്നു. മൂക്ക് മുറിഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോൾ ആ മാസ്കും പോയി. ആളെ ഫേസ് ഞാൻ തോർത്ത് പോലെ കെട്ടിയിട്ടുള്ളൂ. അത് അഴിഞ്ഞു പോകേണ്ട ഫേസ് നല്ലപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് കണ്ടാലും തിരിച്ചു. മാത്രമല്ല സാറ് കുറച്ച് ഫോട്ടോസ് തന്നെ കാണിച്ചിരുന്നു ഇതിലുള്ള ആരെല്ലോ ആണെന്ന്. പക്ഷെ അതിലുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു വെട്ടിൻ്റെ പാട് ഈ ഒരു ഭാഗത്ത് മുറിവുണ്ട്. ഇപ്പോൾ ഞാൻ ഇടിച്ച ഇടിയിലാണ് മൂക്ക് മുറിഞ്ഞതിൻ്റെ ഞാൻ ചോദിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ അവർ അറിയിക്കുകയും ചെയ്തു. സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ മുറിഞ്ഞിരുന്നു. ഞങ്ങൾ കളരിയിൽ നമുക്ക് മനസ്സിലാവും ഒരു നല്ല ആഴമുണ്ടായിരുന്നു. പുന്നപ്രയിൽ കുറുവാ സംഘത്തിലെ ഒരാളെ നേരിട്ട് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷിയാണ് നമ്മോടിപ്പോൾ സംസാരിച്ച ബിബിൻ ജോസ് ആണ്. ബിബിൻ ജോസ് പറയുന്നത് ഇയാളുടെ മുഖംമൂടി ഊരിപ്പോയി, ആളിനെ വ്യക്തമായി കണ്ടു, ഇനി കണ്ടാലും തിരിച്ചറിയാൻ കഴിയുമെന്നാണ്. മനീഷ് മഹിബാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, ഈ കുറുവാ സംഘം കൂടുതൽ ശ്രദ്ധ നേടുകയാണിപ്പോൾ. എളുപ്പം ഇതിനൊരു അവസാനം കണ്ടെത്തണം. ഈ ചെറുപ്പക്കാരൻ യഥാർത്ഥത്തിൽ ഇയാളെ പിടിച്ചു നിർത്താൻ ശ്രമം നടത്തി, പക്ഷേ ശരീരം മുഴുവൻ എണ്ണ തേച്ചിട്ട് നിൽക്കുകയായിരുന്നു അല്ലേ? അതെ SKN, കഴിഞ്ഞ ദിവസം 2 പവൻ്റെ മാല നഷ്ടപ്പെട്ട പുന്നപ്രയിലെ ആ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 3-ാം വാർഡിലാണ് ഞാനുള്ളത്. ഈ വഴിയിൽ വെച്ചാണ് ഇന്നലെ രാത്രി കള്ളനെ കണ്ടത്. നമ്മളിപ്പോൾ ബൈറ്റ് കേട്ട ബിബിൻ ജോസാണിത്. പോലീസ് സഹായം തേടിയിട്ടുണ്ട് ഇയാളുടെ രൂപരേഖ വല്ലതും തയ്യാറാക്കാനായിട്ട്. ചോദിച്ചിരുന്നു, ലൊക്കേഷൻ ഫോട്ടോസ് എല്ലാം ചോദിച്ചിരുന്നു. അപ്പോൾ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞ് ഇയാളെ പിടിച്ച് നിർത്താൻ പറ്റുന്നില്ല. ഓയിലുണ്ട് നിറച്ച്, വഴുതി പോയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ നേരത്തെ കാണിച്ചു. SKN, എന്താണ് ഈ നാട്ടുകാർക്ക് വലിയ ഭീതിയിലാണ്. അവർ കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് നിന്ന് ഗ്ലൗസ് കണ്ടെത്തിയിട്ടുണ്ട്. ചിലരുടെ വീട്ടിൽ അനക്കം ഇപ്പം കണ്ടെത്തി. എന്തൊക്കെ കണ്ടെത്തി? 2 ഗ്ലൗസും അവിടെ 2 സ്ഥലത്തായിട്ട് കിടക്കുന്നത് കണ്ടു. ഞങ്ങൾ അവിടെ തൊഴിലുറപ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തായിരുന്നു. അപ്പം ഇന്നലെയൊന്നും ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. എന്തെങ്കിലും സാന്നിധ്യം ഇങ്ങനെ ഇവർ വന്ന് ടോർച്ച് അടിക്കുകയോ ബഹളം വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും? കഴിഞ്ഞ ദിവസം അവിടെ കയറി ഞങ്ങളുടെ ആ വശത്ത്. അങ്ങനെയാണ് ആ 2 അമ്മയുടെയും കൊച്ചിൻ്റെയും മാല എടുത്തുകൊണ്ട് പോയത്. അങ്ങനെ ഞങ്ങൾ പട്ടി ഉറങ്ങുന്ന അടുത്ത വീട്ടിൽ അവരെ ഫോൺ ചെയ്ത് എല്ലാവരും ഇറങ്ങിയപ്പോഴത്തേന് അയാൾ ഇറങ്ങി ഓടി. പിടുത്തം കിട്ടിയില്ല. രാത്രിയിൽ ഇപ്പോൾ ഉറക്കമില്ലാത്ത അവസ്ഥയാണോ? ഉറക്കമില്ല, ഞങ്ങൾക്ക് ഉറക്കമില്ല. ഇന്നലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ജനലെ വന്ന് ടോർച്ച് അടിച്ച് കഥകെ കൊട്ടുന്നു. അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. വീട്ടിൽ കഥ കൊട്ടിയുന്നില്ല? ഇല്ല, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, എൻ്റെ വീടിൻ്റെ അടുത്ത്. നേരെ കിഴക്കും പടിഞ്ഞാറോട്ട്. മിനിഞ്ഞാന്ന് മാല പൊട്ടിച്ച്. ഇന്നലെയാണ് അടുത്തൊരു വീട്ടിൽ വന്ന് ഇങ്ങനെ കൊട്ടുകയും ചെയ്ത് ടോർച്ചൊക്കെ അടിച്ച് നോക്കി. ഒരു അമ്മയും മോളും കൂടി കിടന്നുറങ്ങിയായിരുന്നു. വെട്ടം കണ്ടുകൊണ്ട് മോളെ കൊച്ചിൻ്റെ ആങ്ങളെ വിളിച്ച്, ആങ്ങളെ എൻ്റെ മോനെ വിളിച്ച്. അങ്ങനെ അവിടെ പരിസരത്തൊക്കെ ഞങ്ങൾ നോക്കി. മുറിക്കകത്തും പുറത്തും ഒക്കെ ലൈറ്റൊക്കെ ഇട്ട് നോക്കി. പക്ഷേ പട്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ വാതിക്ക്. പട്ടി ഇത് കണ്ട് കുറച്ച് നേരെ കിഴക്കോട്ട് പോണു. പട്ടിയുടെ ഒപ്പം ഇവരാണുങ്ങൾ 2 കൂടെ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുറകെ പോയിട്ട് കിട്ടിയില്ല. ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാണ് ഈ കുറുവാ സംഘമാണോ? പക്ഷെ നമ്മൾ ആളെ കാണുന്നില്ലല്ലോ. 2-3 ദിവസം കഴിയുമ്പോൾ ഞങ്ങളുടെ വീട് അടുത്തിന് ഒരു ആൾതാമസമില്ലാത്തൊരു വീടുണ്ടായിരുന്നു. അവിടെ ഒരാളെ കണ്ടെന്ന് അടുത്ത വീട്ടിലെ പെണ്ണ് ഫോൺ ചെയ്തപ്പോൾ എൻ്റെ മോൻ ചാടി നോക്കി അവിടെയൊക്കെ. എന്നിട്ടും അവിടെ ഒന്നുമില്ല. പിറ്റേ ദിവസമാണ് ഈ മാല മോഷണം നടക്കുന്നത്.
ആളെ കാണുന്നില്ല, ആളെ കണ്ടെങ്കിലല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ആളെ കാണുന്നില്ല, അത് പിടികിട്ടാതല്ല ഓടുന്നത്. 4 ദിവസം ആളുകൾ നോക്കിയിട്ട് ആളില്ല. പക്ഷെ പിറ്റേ ദിവസം ഈ മാല മോഷണം പക്ഷെ നടക്കുന്നു. നമുക്കിപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ കൊണ്ട് കിടന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. നമുക്കിപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ പോലീസ് രാത്രി പെട്രോളിംഗ് നടത്തുന്നുണ്ട്, ഇവിടെ വരാറുണ്ട്, ഇവിടെ വന്ന് ഇന്നലെ ഒരു 8-9 പോലീസുകാർ ഇവിടെയുള്ള ആമ്പിള്ളേർ മൊത്തം ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് വന്ന് ഞങ്ങളുടെ വീടുകളിൽ വന്ന് ഞങ്ങളെ വിളിച്ചുണർത്തി നാട്ടിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ജനകീയ സമിതിയൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ നാട്ടിൽ ഉറങ്ങാതിരിക്കുക. അങ്ങ് ഫോൺ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും എല്ലാവരും അറിയാൻ വേണ്ടി തന്നെ അങ്ങ് ഇങ്ങും എല്ലാവരുടെയും ഫോൺ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഭീതിയോടാണ്, ഉറക്കമില്ല, എന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്ക് ഉറങ്ങുന്നതിന് രാത്രി ഇപ്പം എന്ത് ചെയ്യാനാ, ഞങ്ങൾക്ക് ഉറങ്ങണ്ട, ഞങ്ങളുടെ ജീവൻ വേണ്ട. അതുകൊണ്ട് ഞങ്ങളിപ്പം രാത്രി ഇപ്പോൾ ഉറക്കമുളച്ച് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ ഞങ്ങൾ വാർഡിൽ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. അവിടെ ഇന്നലെ രാത്രി പറഞ്ഞ് പിള്ളേരെല്ലാം കൂടി ഇരുന്ന് പറഞ്ഞ് രാത്രി നമുക്ക് ഒരു 10 മണി കഴിഞ്ഞ് ഒന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ തീരുമാനം എത്തിയിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്ത് കുറെ കുട്ടികൾ ചെറുപ്പക്കാർ പിള്ളേരുണ്ട് അവിടെ ഇരിക്കുക. അവര് കണ്ടില്ല. അന്നേരം അവര് പോകും, വീട്ടിൽ പോകുന്ന സമയം പോലും അല്ലെ മോഷണം നടക്കുമ്പോ. 12 മണിക്ക് മോഷണം നടന്നു കഴിഞ്ഞു. പിള്ളേർ 12-12:30 ഒക്കെ നമ്മുടെ വീടുകളിൽ വരത്തില്ല. ഈ 11:30 എപ്പോഴത്തേക്ക് സംഗതി നടത്തി കഴിഞ്ഞവന്മാര്. അപ്പൊ കുഞ്ഞുങ്ങൾ അന്നേരം അറിയുന്നത്. പിള്ളേരോടി 4 ദിവസം എന്നിട്ട് അവന്മാരെ കണ്ടിട്ടില്ല. SK എന്താണെങ്കിലും ദിവസങ്ങളായിട്ടുള്ള ഭീതിയാണ്. ഓരോ ദിവസം മോഷണം നടത്തുന്ന സ്ഥലത്ത് മുങ്ങുകയാണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു സ്ഥലത്ത്, തൊട്ടടുത്ത സ്ഥലത്ത് ഇതേ മോഷ്ടാവ് പൊങ്ങുന്നു. അങ്ങനെ ഇയാളെ പലരും കാണുന്നു. മോഷണ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. പോലീസ് എന്താണെങ്കിലും കള്ളൻ്റെ പിന്നാലെ തന്നെയാണ്. ഇത് കുറുവാ സംഘമാണോ അതോ പ്രാദേശിക തലത്തിലുള്ള മോഷ്ടാക്കളാണോ എന്ന സംശയം നാട്ടുകാർക്കുണ്ട്. ഇപ്പോൾ പുന്നപ്രയിലും മണ്ണഞ്ചേരിയിലും ചേർത്തലയിലും കായംകുളത്തുമൊക്കെ തന്നെ നാട്ടുകാർ പോലീസുമായി ചേർന്നൊരു ജനകീയ സമിതിയൊക്കെ രൂപീകരിച്ച് ഉറങ്ങാതെ രാത്രി ഈ കള്ളനെ പിടിക്കാൻ, ഈ തസ്കരനെ പിടിക്കാനുള്ള വലിയ നീക്കത്തിലാണ്.